ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അതിഥികൾക്കും നമസ്കാരം. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഗിഫ്റ്റുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സംസാരിച്ചാണ്. അപ്പോൾ ഗിഫ്റ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ പരമാവധി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ നേരിട്ട് പങ്കെടുക്കുന്നതും അല്ലാതെ ഓൺലൈനായി പങ്കെടുക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചുങ്കം വ്യാപാര ചുങ്കത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഇന്ത്യക്കും ബ്രസീലിനും ഉൾപ്പെടെ ലോകത്തെ റഷ്യയ്ക്കും ഉൾപ്പെടെയൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള കടന്നാക്രമണം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഒരു നിലപാടിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഗിഫ്റ്റിൽ നടന്ന ഒരു സെമിനാറിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ഒരു അപകടം കൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അന്നത്തെ സെമിനാറിൽ അപകടം പ്രകടമായി വന്നു തുടങ്ങിയിരുന്നില്ല. പക്ഷേ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചതോടുകൂടി എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നുകൂടെ വ്യക്തമാകുന്ന തരത്തിലേക്ക് ഡൊമസ്റ്റിക് താരിഫുകളിൽ ഈ നിർബന്ധം ബാധിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. ഡൊമസ്റ്റിക് താരിഫ് ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്ക് വലിയ തോതിൽ കുറയ്ക്കുന്നൊരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഇന്നത്തെ ചർച്ചയിലും ഇത് കഴിഞ്ഞുള്ള ചർച്ചയിലും പ്രധാനപ്പെട്ട വിഷയമായി എടുക്കേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം വളരെ നല്ലൊരു കാര്യമാണ് വരാൻ പോകുന്നതെന്നൊക്കെ ചില ആളുകൾ വേണ്ടത്ര അതിൻ്റെ കണക്കുകൾ നോക്കാതെ പറയുന്നുണ്ട്. എന്തായാലും ആ വിഷയം ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വന്നേക്കുന്ന കാര്യങ്ങൾ ഒരു ഉപരോധത്തിൻ്റെ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുമെന്നാണ്. 25% പ്ലസ് 25%, 50% ലോകത്തെ ഏറ്റവും ഉയർന്ന താരിഫ്. ആ താരിഫിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയുന്ന കണക്കുകളാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 100% താരിഫിലേക്ക് പോകും. സെമി കണ്ടക്ടർ ബിസിനസ്സിൽ വലിയ തോതിൽ ഇപ്പോൾ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സെമി കണ്ടക്ടർ ബിസിനസ്സിലും നമ്മൾ കാര്യമായിട്ട് വരുന്നുണ്ട്. സ്വയം പര്യാപ്തതയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പുതിയ സെമി കണ്ടക്ടർ റിസർച്ച് നടക്കുന്നതിനകത്ത് വന്ന ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരു മാസം മുമ്പ് വന്നതെന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ നേത്ര സെമി കേരളത്തിലുള്ളതാണ്. പക്ഷേ ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ തന്നെയുള്ള പ്രമുഖ കമ്പനികൾ പണം കിട്ടും എന്നുള്ളതിൻ്റെ വാർത്ത. അതിനിപ്പോൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് കൂടി ഇത് വരും എന്നുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നൊരു കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് നേരിടുന്നത്, നമ്മൾ ഇത് സംസാരിക്കണം ഇതിങ്ങനെ റൗണ്ട് ടേബിൾ വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സമുദ്രോൽപ്പന്നങ്ങൾ തന്നെയാണ്. സമുദ്രോൽപ്പന്നങ്ങളിൽ നമുക്ക് 6,000-7,000 കോടിക്ക് അടുത്താണ് അതിൻ്റെ കണക്കുകൾ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസിന് നല്ല പങ്കാളിത്തമുണ്ട്. നമുക്ക് പിന്നെ ഫാർമയിൽ കുറച്ചുണ്ട്. ഇന്ത്യയുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല മേഖലയിലുണ്ടെങ്കിലും അത്രയും എല്ലാ കാര്യങ്ങളും ഇല്ല. പക്ഷെ നമുക്ക് സ്പൈസസിൻ്റെ കാര്യത്തിനകത്ത് തേയില, കാപ്പി, അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടി, കയറ്, ഇതെല്ലാം നമ്മുടെ മേഖലയിൽ നിന്ന് പോകുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ച് വർഷം മുമ്പ് നമ്മൾ പറയുന്നത് പോലെ അല്ല ഇന്ത്യയുടെ ആകെ എക്സ്പോർട്ട് നോക്കുന്നതായാലും കേരളത്തിൻ്റെ ആയാലും, കേരളത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വളരെ കുറവാണെന്നുള്ള കൺസെപ്റ്റിലല്ല ഇപ്പോൾ കാണേണ്ടതെന്ന് തോന്നുന്നു. സമുദ്രോൽപ്പന്നങ്ങളും സ്പൈസസും അല്ലെങ്കിൽ കശുവണ്ടിയും കയറും മാത്രമൊന്നും അല്ല. ഇപ്പം നമുക്ക് മെഡിക്കലിൻ്റെ കാര്യം, ഇംപ്ലാൻസിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മെച്ചം ഉണ്ടായിട്ടുണ്ട്. സി ബാലഗോപാൽ അദ്ദേഹം ഇതിനകത്ത് പങ്കെടുക്കുന്നതാണ്. KSIDCയുടെ ചെയർമാനും അദ്ദേഹം പ്രമുഖനായ ഈ രംഗത്ത്, വ്യവസായ രംഗത്തെ പറ്റി വളരെ വിശദമായി ഇടപെടുകയും അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം തന്നെ ഈ രംഗത്തുള്ള ആളാണ്. നമ്മുടെ ബ്ലഡ് ബാങ്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ യൂണിറ്റ് നമുക്കാണ്. ഈ ദന്തൽ പ്രൊഡക്ഷൻ, സ്പൈസസ് ഒക്കെ ലോകത്തെ ഏറ്റവും നല്ല പങ്കാളിത്തമുള്ള ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ മേഖലയെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഇന്ത്യയുടെ കണക്കെടുത്താൽ ആപ്പിൾ ഫോണിൻ്റെ 50% നമ്മൾ തന്നെയാണ്, ഇന്ത്യയിലാണ് അത് അസംബിൾ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. ഇത് എങ്ങനെയൊക്കെ ആണ് വരുന്നതെന്നുള്ളത് ഉള്ള കണക്കുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് വ്യാപാരം മിച്ചമുണ്ട്. US-ഉമായിട്ടുള്ള കണക്കിൽ ഇതിൽ 7.3 ലക്ഷം കോടി നമ്മുടെ കയറ്റുമതി ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 7.3 ലക്ഷം കോടി ഇന്ത്യയുടെ കയറ്റുമതി മൂല്യമുണ്ട്. അതുപോലെ പിന്നെ ചരക്കുകൾ, സേവനങ്ങൾ ഉൾപ്പെടെ. ഇറക്കുമതി 3.9 ലക്ഷം കോടിയാണ്. ഇതാണ് 3.58 ലക്ഷം കോടി വ്യാപാര മിച്ചമുണ്ട് നമുക്ക്.
അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് ഇത് മാത്രമല്ല, ഇതിനേക്കാളും കൂടുതൽ റമിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ അമേരിക്കയായിട്ടുള്ള ബന്ധത്തിലുണ്ട്. ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മലേഷ്യ, തായ്ലൻഡ്, മെക്സിക്കോ തുടങ്ങിയ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ താരിഫ് കുറവാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം നമുക്ക് യുഎസുമായിട്ടുള്ള വ്യാപാരം 1,00,000 കോടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടാക്സ് വരുമ്പോൾ ഈ വളരെ ചെറിയ ടാക്സിൽ നിന്ന് 50% മേളിൽ പോകുമ്പോഴേക്കും ഒരിക്കലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ടെക്സ്റ്റൈൽ മേഖല. ഇത് പൊതുചിത്രമാകുമ്പോൾ കേരളത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകം നോക്കേണ്ടത്. ഈ പൊതുചിത്രം എന്ന് പറയുമ്പോൾ ഇതൊരു ഭീഷണിയുടെ പ്രശ്നം കൂടിയാണ്. ഇന്ത്യയെ പല രാജ്യങ്ങളെയും വിരട്ടി പിടിക്കുക എന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദന കേന്ദ്രമായി ഗ്രേറ്റ് ആയിട്ട് വീണ്ടും വരണമെന്നുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് മാത്രമല്ല, റഷ്യയിൽ നിന്നുള്ള പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, പെട്രോളിയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും നമുക്കെല്ലാം അറിയാം റഷ്യയിൽ നിന്ന് ആണവ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പലതും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല പ്രശ്നം. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ എക്കണോമി ആൻഡ് റഷ്യൻ എക്കണോമി ആർ ഡെഡ് എക്കണോമീസ് ആൻഡ് ബിക്കോസ് ദെയർ താരിഫ് ഈസ് വെരി ഹൈ. ഗിസ്റ്റിലെ സെമിനാറിൽ ഞാൻ പറയുമ്പം ഇന്ത്യൻ എക്കണോമിയും റഷ്യൻ എക്കണോമിയും ഡെഡ് എക്കണോമിയാണ്, അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ഇന്റേണൽ ഡൊമസ്റ്റിക് താരിഫാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് പക്ഷേ വേണ്ടത്ര അത് ഗൗരവത്തിൽ നിങ്ങളും കണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് വന്നു. കാരണം ഇത് കുറച്ചു കാലമായിട്ട് നടക്കുകയാണ് ഈ ഡൊമസ്റ്റിക് താരിഫ്. ഡൊമസ്റ്റിക് താരിഫ് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് വരാം. അത് ചെറുതായിട്ട് എൻ്റെ ഒരു അസസ്മെന്റ് ഞാൻ പറയാം. പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ബാധിക്കുക? നമുക്ക് സമുദ്രോൽപ്പന്നങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയും കാപ്പിയും തുടങ്ങിയ സാധനങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതലുള്ളത്. ഇത് വരുമ്പം നമ്മുടെ സ്പൈസസ് ഉണ്ട്, കുരുമുളകും ഏലവും തേയിലയും എല്ലാം ഉണ്ട്. ഞാൻ ഐറ്റങ്ങളൊന്നും പറയുന്നില്ല. കയറ്റുമതി നല്ലതുപോലുള്ള ഒരു സംസ്ഥാനമാണ് ഈ മേഖലയിൽ. ഈ മത്സ്യത്തിൻ്റെ തന്നെ ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു 12% നമുക്കുണ്ടെന്നാണ് നമ്മുടെ കണക്ക്. ഇതെങ്ങനെയാണ് ബാധിക്കുക? കയറും കശുവണ്ടിയുടെ പെർസെൻറ്റേജ് കുറവാണ്, മത്സ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ആണ് നോക്കേണ്ടത്. പ്രധാനമായിട്ടും 50% വരുമ്പം ഈ ചെമ്മീൻ ഇവിടുന്ന് കയറ്റി വയ്ക്കുക. നമുക്ക് സമുദ്രത്തിൽ നിന്നുള്ളതാണ് കൂടുതലും. ആന്ധ്രയാണ് കൂടുതലും വളർത്തുന്ന ചെമ്മീൻ അയക്കുന്നത്. ഗുജറാത്ത് നമ്മളെക്കാളും അയക്കുന്നുണ്ട്, അവർക്കും സമുദ്രമാണ്. അപ്പോൾ ചെമ്മീൻ്റെ വില അവിടേക്ക് പോകുമ്പോൾ 100 രൂപയ്ക്ക് പകരം 150 രൂപയാവും കസ്റ്റമറിന് അവിടെ 50% ആകുമ്പോൾ. സ്വാഭാവികമായിട്ടും കസ്റ്റമർ കുറച്ചുകൂടെ വില കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നോക്കും. അപ്പോൾ ചെയ്യുക, ഇന്ത്യയിലെ പ്രൊഡ്യൂസർ പറയും ഞാൻ ഇവിടുന്ന് അയക്കണമെങ്കിൽ എനിക്ക് വില കുറച്ച് കിട്ടും. മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്ന ആൾ 200 രൂപയ്ക്കാണ് കൊഞ്ച് കൊടുക്കുന്നതെങ്കിൽ 150 രൂപയ്ക്ക് 1 കിലോ എടുക്കും. അപ്പം മത്സ്യത്തൊഴിലാളിയുടെ കൂലി കുറയും എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ്. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൻ്റെ എണ്ണയടിച്ച് പോയിട്ട് വരാനുള്ള പണം പോലും കിട്ടാതെ വരും. രണ്ടാമത് എന്താ ചെയ്യുക? നമ്മുടെ ഇവിടുന്ന് പ്രോസസ്സിങ്ങിൽ ഏറ്റവും കൂലി കുറവ് കിട്ടുന്നൊരു മേഖലയാണ് ഈ ചെമ്മീൻ ഫാക്ടറികളിലേത്. വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂലിയും കുറയ്ക്കാൻ നിർബന്ധമാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് തൊഴിലാളിക്കും ഇത് വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇവിടെ കുറച്ചുകൂടെ എക്സ്പെർട്സാണ് ഇരിക്കുന്നത്, നിങ്ങൾ ആ തരത്തിൽ പിന്നെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും വരും, കയറിലായാലും മറ്റു മേഖലയിലൊക്കെ വരും. കശുവണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ ചില പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെ കശുവണ്ടി നേരിട്ട് പ്രോസസ്സ് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും വിയറ്റ്നാം പോലും നേരത്തെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് മുഴുവൻ ഇങ്ങോട്ട് വരുമായിരുന്നു തോട്ടണ്ടി. ഇപ്പോൾ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ ബൾക്കായിട്ടുള്ള കശുവണ്ടി ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് പോകുന്നത് അമേരിക്കക്കല്ല, പക്ഷെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതിനെല്ലാം ട്രേഡിൻ്റെ മൊത്തം എഫക്റ്റ് മൊത്തത്തിലാണല്ലോ വരിക. അപ്പോൾ അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് അതുപോലുള്ള കാര്യങ്ങൾ ഓരോന്നും വരും. ഇപ്പം നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ വലിയ സാമ്പത്തിക തകർച്ച വലിയ തോതിൽ നമ്മളെ ബാധിക്കും. അപ്പം ഇത് വളരെ കൃത്യമായി ലോകത്ത് ഒരു ആധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഭരണപരമായ കാര്യങ്ങൾ പറയേണ്ടതില്ല. യുദ്ധം പറ്റുന്നിടത്ത് യുദ്ധം പറ്റാത്തിടത്ത് നേരിട്ട് യുദ്ധം, ആരും ചോദിക്കാനും പറയാനില്ലാത്തിടത്ത് നേരിട്ട് യുദ്ധം, അല്ലാത്തിടത്ത് ആളെ വിട്ട് യുദ്ധം, അത് കഴിഞ്ഞാൽ ആളെ കൊണ്ട് ചെയ്യിക്കുന്ന യുദ്ധം, പിന്നെ പതുക്കെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വേൾഡിനകത്തൊരു കൺട്രോളിൻ്റെ തന്നെ പ്രശ്നമാണ്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അത് വന്നിട്ട് ഈ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്ന പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഡൊമസ്റ്റിക് താരിഫിൻ്റെ പ്രശ്നത്തിൽ വളരെ സീരിയസ് ആയൊരു പ്രശ്നം വരിക. ഞാൻ അതുകൂടെ സാധാരണഗതിയിൽ അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയമായിട്ട് പറയുകയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ കണക്കുകളും ചർച്ച വരുന്നതാണ്. എങ്ങനെ നമുക്ക് ഇതിനെ നേരിടാൻ തുടങ്ങിയ കാര്യങ്ങളും എങ്ങനെയാണ് നഷ്ടം എന്നുള്ളതാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഡൊമസ്റ്റിക് താരിഫ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ചേർന്ന കമ്മിറ്റി, ഇനിയിപ്പോൾ GST കൗൺസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പല ഐറ്റങ്ങൾ ചർച്ച ചെയ്തിരുന്നു. വളരെ വിശദമായിട്ട്
ഓരോ ഇനത്തിലും വരുന്ന നഷ്ടം എത്രയാണെന്നൊക്കെ തന്ന് തയ്യാറാക്കിയിട്ടാണ് ഇന്ത്യയിൽ ആകെ കഴിഞ്ഞ വർഷം 22,80,000 കോടി രൂപയാണ് ആകെ GST വരുമാനം ഇന്ത്യയിലെ മൊത്തം സെൻട്രൽ സ്റ്റേറ്റും എല്ലാം. 22,80,000. ആ 22,80,000 നിന്നും ഒരു 4 ലക്ഷം കോടിയെങ്കിലും കുറയുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. അതിനേക്കാളും കൂടുതൽ കുറയാൻ സാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണക്ക്, SBIയുടെ കണക്കൊക്കെ അതല്ല. SBI പറയുന്നത് 1 ലക്ഷത്തിനടുത്താണ്. വേറെ HSBC മറ്റേത് ബാങ്കുകൾ പറഞ്ഞത് അല്ലെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് 1.5 ലക്ഷം 2 ലക്ഷം വരെയാണ്. കേരളത്തിൻ്റെ മാത്രം ഞാൻ പറയാം. കേരളത്തിലൊരു 9,000-8,000 കോടി രൂപ നഷ്ടം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽ മാത്രം 28% എന്നുള്ളത് 18% പോകുന്നതിൻ്റെ ഭാഗമായി 1,000-1,200 കോടിയുടെ നഷ്ടം വരും. ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് 500 കോടിയോളം വരും. അതുപോലെ തന്നെ സിമെൻറ്റ്, വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില കൂടിയ ആസ്പിറേഷണൽ ഗുഡ്സ് എന്നാണ് അവർ പറയുക. ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞ ആസ്പിറേഷണൽ ഗുഡ്സ് ലക്ഷറി ഐറ്റംസിന് കുറയുക എന്ന് പറയുന്നത് സാധാരണ ഒരു എക്കണോമി എളുപ്പമല്ല. 1 ലക്ഷം രൂപ വിലയുള്ള ആപ്പിൾ ഫോണിന് 10,000 രൂപ കുറയുന്നത് നല്ലതായിരിക്കും. ആസ്പിറേഷണൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 12 കോടിയുടെ ഒരു കാർ ഈ ഇടയ്ക്ക് ഒരാൾ മേടിച്ചു. നല്ല വാർത്തയായിരുന്നു, ഫാൻഡം. അപ്പം 12 കോടിയുടെ പണം മേടിക്കുന്നതും അയാൾക്കൊരു ആസ്പിറേഷൻ ഉണ്ട്. അപ്പം ആസ്പിറേഷണൽ ഗുഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്ന പ്രശ്നമുണ്ട്. എന്തായാലും ഇതിൻ്റെ ഭാഗമായി വരുന്ന നഷ്ടം വലിയ നഷ്ടമാണ്. കേരളത്തിന് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള ആവറേജ് ഇപ്പം 28, 18, 12, 5 എന്ന തരത്തിലാണ് 4 സ്ലാബ്. ഈ 28% സ്ലാബിലും 18% സ്ലാബിലും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് കൺസ്യൂമേഴ്സ് ഉള്ളത് കേരളത്തിലാണ്, അല്ലെങ്കിൽ വലിയ സിറ്റീസിൽ നമുക്കുള്ളൂ. 2017-18 ഒരിക്കൽ ലോക്സഭാ ഇലക്ഷന് മുമ്പായിട്ട് ഒരു കുറവ് വരുത്തിയിരുന്നു. അന്ന് ഈ 28% നിന്നുള്ള ഐറ്റങ്ങൾ കുറച്ചു. അന്ന് നമുക്കുണ്ടായ നഷ്ടം നമ്മുടെ പഴയ കണക്കുകൾ നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഈ GST നടപ്പിലാക്കുമ്പോൾ ഓരോ വർഷവും 14% വീതം എക്കണോമി ഗ്രോ ചെയ്യും. ആ ടാക്സ് നമുക്ക് കിട്ടും. അത് 5 വർഷത്തേക്ക് അഷ്വർ ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്റ്റഡ് റവന്യൂ തന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യത്തെ വർഷം 2,000-3,000 ഒക്കെ ഉള്ളായിരുന്നു. ഇതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് 8,000 ചില്ലാനും കൂടി തരേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് റവന്യൂ ഒറ്റയടിക്ക് കുറഞ്ഞത് ഇത്രയും വന്നു കേരളത്തിൽ, അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം. റവന്യൂ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ആകെയുള്ള 100 രൂപ ടാക്സിൽ 15 രൂപയായിരുന്നു RNR, റവന്യൂ ന്യൂട്രൽ റേറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അന്നത്തെ കുറവ് വരുത്തിയപ്പോൾ അത് നേരെ 11%. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് റവന്യൂ ഇല്ല. 5 വർഷം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഇപ്പോൾ ആ പ്രൊട്ടക്റ്റഡ് റവന്യൂ സെൻട്രൽ ഗവൺമെൻറ് അന്ന് ഉറപ്പ് തന്ന പ്രൊട്ടക്റ്റഡ് റവന്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടുന്നത് 21,000 കോടിയാണ്. അത്രയും ഗ്യാപ്പാണ് പണ്ടുണ്ടായിരുന്ന സെയിൽ ടാക്സിൻ്റെ കാലഘട്ടത്തിനേക്കാളും ഇപ്പോൾ വരുന്നതെന്നാണ് കണക്ക് കാണിക്കുന്നത്. ഈ കുറവുകൂടെ വരുമ്പോൾ അത് 30,000 കോടിയാവും. ഇവിടെ ഞാൻ പറയുന്നത് ആൾക്ക് സാധാരണക്കാർക്ക് ഈ ആനുകൂല്യം കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല, ടാക്സ് എക്സംഷൻ കൊടുക്കണം. പക്ഷേ ഹൈ വാല്യൂ ലക്ഷറി ഗുഡ്സിനല്ല കൊടുക്കേണ്ടത്, സാധാരണക്കാർക്ക് കൊടുക്കണം. ഫുഡിൻ്റെ 0 പോകും പലതും, പൊക്കോട്ടെ. അതൊക്കെ 5% ബ്രാക്കറ്റ് വളരെ കുറച്ചേ വരൂ. 5% ബ്രാക്കറ്റ് വളരെ കുറവാണ്. വളരെ കൂടിയ കോസ്മെറ്റിക്സും വളരെ കൂടിയ ഇലക്ട്രോണിക് ഗുഡ്സും വളരെ കൂടിയ സാധനങ്ങളൊക്കെ അങ്ങനെ കുറയുന്നതുണ്ടാവുന്ന എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ലക്ഷറി ഗുഡ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെന്നാലും പൊതുവിൽ ഈ കാര്യത്തിനകത്ത് അവിടെ ചർച്ച ചെയ്തില്ല. കാരണം അവിടെ ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ചർച്ച ചെയ്യില്ല, നേരിട്ടത് പിന്നെ GST കൗൺസിലിലേക്ക് പോകും. നമ്മളെല്ലാം പറഞ്ഞ ഒറ്റ കാര്യം, ഈ ലോസ് വരുമ്പം സ്റ്റേറ്റുകളുടെ വരുമാന നഷ്ടം പരിഹരിച്ചില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും, അത് ചർച്ചയാണ്. സെൻട്രൽ ഗവൺമെൻറ് വരുമാന നഷ്ടം കുറച്ചുണ്ടാവും. പക്ഷെ അവർക്ക് 1.5 ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് മാത്രം കിട്ടിയത്, റിസർവ് ബാങ്കിൽ നിന്ന് മാത്രം. സ്റ്റേറ്റ് ബാങ്കും മറ്റെല്ലാം കൂടെ ഡിവിഡൻഡ് മാത്രം 4-5 ലക്ഷം കോടിയൊക്കെ ഇപ്പോൾ കിട്ടുന്നത്. അത് ഒരിക്കലും സ്റ്റേറ്റിന് കൊടുക്കണ്ട. പിന്നീട് ആകെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ 20% ഈ പിന്നെ സെസ്സായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതും താഴോട്ട് ഡിവൈഡ് ചെയ്യണ്ട. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് പല മാർഗ്ഗമുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ അപ്രിഹെൻഷനാണ്, അല്ലാതെ കേരളത്തിൻ്റെ മാത്രമല്ല. നമ്മൾ പറഞ്ഞത് എങ്ങനെ സ്റ്റേറ്റ് പോകും. സ്റ്റേറ്റിന് ഈ വരുമാനം വന്നില്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആളുകൾക്കാണ്. നമ്മളിവിടെ 42 ലക്ഷം കുടുംബങ്ങൾക്ക്, ഏകദേശം 1.5 കോടി, കേരളത്തിൻ്റെ പകുതി ജനങ്ങൾക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സ കൊടുക്കുന്ന ഒരു കാരുണ്യ പദ്ധതിയുണ്ട്. അവിടെയാണ് ആ പണം എവിടുന്ന് വരിക? പിന്നെ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ മറ്റു പരിപാടിക്കൊക്കെ സർക്കാരുകൾക്ക് പണം വേണം. ഇവിടെ ഇത്ര ഒരു കാര്യം വരുമ്പോൾ ഇതിനകത്തൊരു ചെറിയ ഇന്റർനാഷണൽ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളൂ. ഞാൻ ഈ വിഷയം പ്രധാനമായിട്ട് പറയാനാണ് ഉദ്ദേശിച്ചത്. എന്താണ് ഇതിൻ്റെ താല്പര്യം? 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പം തന്നെ കാറുകളുടെ ഇറക്കുമതി ചുങ്കം ഇപ്പോൾ കുറച്ചു. അത് നേരത്തെ അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. UK-യുമായിട്ടുള്ള FTA ഭാഗമായിട്ട് പിന്നെ നമ്മുടെ ജാഗ്വറിൻ്റെയും
പിന്നെ ലാൻഡ് റോവറിൻ്റെയും ഇപ്പോൾ ഉള്ള ഇറക്കുമതി ചുങ്കം 70 മുതൽ 100 വരെയൊക്കെ ആയിരുന്നു. അത് 10% ആക്കി. അപ്പോൾ 1,70,00,000 ഇവിടെ ഇറങ്ങുന്ന കാറ് 1,10,00,000 കിട്ടും. ഓൾറെഡി അത് പറഞ്ഞു. ഈ 1,10,00,000 മാർക്കറ്റിൽ വെക്കുമ്പം നേരത്തെ അതിൻ്റെ ഈ പ്രത്യേക അധികം ചില പിന്നെ ചാർജ് ഉണ്ടായിരുന്നു. ഈ കോമ്പൻസേഷൻ സെസ് പ്രത്യേകം ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അതിലും 10-40% കുറയും. അപ്പോൾ 70,00,000-നോ 80,00,000-നോ നിങ്ങൾക്കൊരു ജഗ്വാർ കിട്ടും, സന്തോഷം. അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടി കിട്ടും. പക്ഷേ ഇവിടുത്തെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സാധനത്തിന് ഇത് വലിയ ഗുണം ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ വരും. അപ്പോൾ ഇതുപോലുള്ള വലിയ വാഹനങ്ങൾ മാത്രമല്ല, 1,10,000 1,28,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആപ്പിൾ ഫോൺ ചിലപ്പോൾ ഒരു വർഷം 1,18,000 ആദ്യത്തെ മാസം വിൽക്കും. കേരള GST നടത്തിയൊരു സ്റ്റഡി ഞങ്ങൾ അവിടെ കൊടുത്തിരുന്നു. GST നടത്തിയ ഒരു സ്റ്റഡി, എനിക്കൊന്ന് ഗിഫ്റ്റ് അത്ര സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ നേരത്തെ ഈ ടാക്സ് കുറച്ചത് കൺസ്യൂമേഴ്സിന് കിട്ടിയിട്ടുണ്ടോ? കൺസ്യൂമേഴ്സിന് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മുടെ 25 വെച്ച് ഞങ്ങൾ പരിശോധിച്ചു. ഒന്നാമത്തെ ഒരു ഐറ്റം ഉദാഹരണം ഫ്രിഡ്ജാണ്. 10,000 രൂപ വിലയുള്ള ഫ്രിഡ്ജിന് 12,800 രൂപയായിരുന്നു വില, 28%. അപ്പം അത് 18% ആക്കിയപ്പം 11,800 കിട്ടണമല്ലോ. പക്ഷേ എവിടെയും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ഇവിടുന്ന് തയ്യാറാക്കിയത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത് നേരെ ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് സാധാരണക്കാർക്ക് കിട്ടുമെന്നല്ല, യഥാർത്ഥത്തിൽ ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് സാധാരണക്കാർക്ക് പകരം കമ്പനികൾ അത് എടുക്കും. ഇപ്പോൾ ഒരു 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 പർട്ടിക്കുലർ മോഡൽ സാധനം ഇപ്പം വില കുറച്ചാലും അന്നേരം അതിൻ്റെ മോഡൽ T3 T4 എന്നോ പിന്നെ ഒരു നമ്പർ മാറ്റിയാൽ മതിയല്ലോ. അടുത്ത മോഡൽ ഇറക്കുമ്പോൾ ഈ പ്രൈസ് കൂടെ കൂട്ടി മേടിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഞാനീ പറഞ്ഞ 22 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഇൻട്രസ്റ്റിൽ ഇപ്പൊ കിട്ടുന്ന ടാക്സിൽ നിന്ന് താഴേക്ക് പോകും, അത് ബാധിക്കുകയും ചെയ്യും. ഞാനിത് സാധാരണക്കാർക്ക് ഈ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതല്ല. പക്ഷെ ഇന്റർനാഷണൽ പ്രഷർ കേവലം താരിഫിൽ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫിൽ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇത് ദീപാവലി ഗിഫ്റ്റ് അല്ല. വാസ്തവത്തിൽ മോഡി ഗവൺമെന്റിന്റെ ഈ ട്രംപ് നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉപരോധത്തിന്റെ മറുപടി കൂടിയാണ് എന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ മേഖലയായി ബന്ധപ്പെട്ട ആളുകളാണ് ഇരിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക? ഇപ്പൊ എക്സ്പോർട്ടിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? സ്വാഭാവികമായി പബ്ലിക് ഫൈനാൻസ് ആണ് അതിന് പരിഹാരം. നിങ്ങളുടെ കയ്യിൽ പണമില്ലാതെ വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കോവിഡ് വന്നതിൻ്റെ അടുത്ത വർഷം ഞാൻ ഫസ്റ്റ് ഇയർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 20,000 കോടി രൂപയുടെയാണ് നമ്മൾ പലതരത്തിലുള്ള സഹായങ്ങൾ കോവിഡ് ഇൻഡസ്ട്രിക്ക് കൊടുത്തത്. അടുത്ത വർഷം 20,000 കോടിയുടെ കൊടുത്തു. ഈ ഇൻഡസ്ട്രി ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് രക്ഷപ്പെടണമെങ്കിൽ പലിശ സബ്വെൻഷൻ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ കൊടുത്തു, ചില പ്രത്യേക സബ്സിഡി. ഇതിനൊക്കെ വേണമെങ്കിൽ ഗവൺമെൻറ്റുകളുടെ കയ്യിൽ പണം വേണം. ഗവൺമെൻറ്റുകളുടെ കയ്യിൽ പണമില്ലാതെ വരികയും ഈ കാര്യം ചെയ്യുകയും ചെയ്താൽ സാധാരണ ആൾക്ക് ഗുണം എത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് മനസ്സിലായ ഒരു അല്പസമയം എടുക്കും. അതുകൊണ്ടാണ് വളരെയേറെ ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ കൊണ്ടുവരാതെ ഈ കാര്യം മനസ്സിലാവില്ല, പെട്ടെന്നൊന്നും ആൾക്ക് മനസ്സിലാവില്ല. എന്നോട് തന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടാണ് ഇത് കുറച്ചെന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ അവർ മാത്രം അതിന് ക്രെഡിറ്റ് എടുക്കുമെന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല ഈ കാര്യം. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ തന്നെ 30,000 ഈ വർഷം തന്നെ കുറവിന്റെ ഭാഗമായിട്ട് 5,000 കോടി അങ്ങോട്ട് പോകുമ്പോൾ കുറയും. എങ്ങനെ അത് മാനേജ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഒരു സാധാരണ ഒരു 10,000 കോടി ഒരു വർഷം ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറയും. നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സിന്റെ കാലത്തുണ്ടായിരുന്ന വരുമാനത്തിനേക്കാളും 30,000 കോടി കുറയുന്നത് കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അതിനകത്ത് ചെറിയ 1%, 2%-ന്റെ വ്യത്യാസം വരായിരിക്കും. ഇങ്ങനെ കുറയുന്ന എല്ലാ സ്റ്റേറ്റുകളെയും ബാധിക്കും. സ്റ്റേറ്റുകളാകെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൂടെ പ്രൊട്ടക്ട് ചെയ്ത് കാര്യങ്ങൾ പോകണം. ഇഷ്യൂ ഈ ട്രേഡ് ആൻഡ് താരിഫ് വാർ അത് കേവലം എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ബാധിക്കും, ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ ബാധിക്കും. പണ്ട് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഡാക്ക മസ്ലിനും ബനാറസ് സിൽക്കും ഒക്കെ പോയിട്ട് മറ്റ് സാധനങ്ങൾ വന്നു എന്ന് പറയുന്നതിനൊക്കെ ഈ പലതരത്തിലുള്ള ട്രേഡ് രംഗത്തെ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അതുൾപ്പെടെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യേണ്ടി വരും. ഇന്ന് നമ്മൾ ആലോചിച്ച സമയത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫ് മാത്രമാണ് കണ്ടതെങ്കിലും പുതിയ പ്രശ്നം കൂടെ വന്നിട്ടുണ്ടെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെ ഇതിനെ നേരിടാം എന്നൊക്കെയുള്ളത്, കുറച്ചുകൂടെ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം, നമുക്കിപ്പോൾ അമേരിക്കയുടെ 5 ഇരട്ടി ജനസംഖ്യയുണ്ട്, നമ്മുടെ കുറച്ച് ഉപഭോഗമൊക്കെ വർദ്ധിക്കുകയും ബാക്കി പബ്ലിക് പിന്നെ മൊത്തം ഗവൺമെൻറ് ഇടപെടലൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ നേരിടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനാണ് നമ്മൾ അടിയന്തരമായിട്ട് ഇങ്ങനൊരു യോഗം ചേരണമെന്ന് ആലോചിച്ചത്. ഇവിടെ വന്നിട്ട് നേരിട്ട് വന്നിട്ടും അല്ലാതെ തന്നെ നമുക്ക് ഇൻപുട്ട് തരാനും വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് ഇതനുസരിച്ച് നമുക്ക് കേരളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സമാനമായ മറ്റ് സ്റ്റേറ്റുകൾ, എല്ലാ സ്റ്റേറ്റിലും ഈ പ്രശ്നമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റും താരിഫ് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ശ്രമത്തിനെതിരെയുള്ള പ്രവർത്തനവും എല്ലാ പിന്തുണയും ഞങ്ങളുണ്ടാവും. ഞാൻ
എന്നിട്ട് ധനകാര്യമന്ത്രി ഇതിനിടയ്ക്ക് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ സംരക്ഷിക്കാൻ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഈ താരിഫ് കുറച്ചിട്ടില്ല. അപ്പോൾ ഡൊമസ്റ്റിക് താരിഫിൻ്റെ പ്രശ്നം അപ്പോൾ വന്നിട്ടില്ല. അമേരിക്ക അങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ച് കളയുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കീഴടങ്ങണ്ട, നമുക്ക് നമ്മുടെ എക്കണോമിയെ സംരക്ഷിക്കാനൊക്കെ പറ്റുന്നതാണ്, അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നുണ്ടെന്ന് നമ്മൾ തന്നെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു നല്ല ചർച്ച നടക്കുന്നത് നന്നാവും, അതിൻ്റെ നിർദ്ദേശങ്ങൾ നന്നാവും, എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അതിൻ്റെ ഈ നിർദ്ദേശങ്ങൾ സഹായകരമാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.